സ്വാഗതം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ശ്രീ ഹനുമാനെ സ്മരിക്കുന്നവർക്ക് ബുദ്ധിയും ശക്തിയും പ്രശസ്തിയും ധൈര്യവും നിർഭയത്വവും ആരോഗ്യവും ഉത്സാഹവും വാക്ചാതുര്യവും ലഭിക്കും. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 17ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ നാം ഹനുമാന്റെ ഭക്തിയെയും ശക്തിയെയും വിനയത്തെയും കുറിച്ച് സംസാരിച്ചു. ഇന്ന് രാമായണത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായ ഒരു സംഭവത്തിലേക്കാണ് നാം കടക്കുന്നത്. ഹനുമാന്റെ സമുദ്രലംഘനം. ഇത് ഒരു വാനരൻ സമുദ്രം ചാടിക്കടന്ന കഥ മാത്രമല്ല, അസാധ്യം എന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾ പോലും ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ കീഴടക്കാമെന്ന് തെളിയിച്ച ചരിത്രമാണ്. സീതാദേവിയെ കണ്ടെത്താനുള്ള ദൗത്യം വാനരസേനയെ ഏൽപ്പിച്ചപ്പോൾ എല്ലാവരും സമുദ്രതീരത്ത് എത്തി. മുന്നിൽ 100 യോജന വീതിയുള്ള സമുദ്രം. എല്ലാവരും പരസ്പരം നോക്കി. ഇത്ര വലിയ സമുദ്രം എങ്ങനെ കടക്കും? അപ്പോൾ ജാംബവാൻ ഹനുമാനെ ഓർമ്മിപ്പിച്ചു. ഹനുമാനെ, നിന്റെ ശക്തി നീ മറന്നിരിക്കുന്നു. ആ ഒരു വാക്ക് ഹനുമാന്റെ ആത്മവിശ്വാസം ഉണർത്തി. അദ്ദേഹം ശ്രീരാമനെ ധ്യാനിച്ചു. ജയ് ശ്രീരാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു. ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ മുന്നിൽ വലിയ സമുദ്രങ്ങൾ പ്രത്യക്ഷപ്പെടും. പരീക്ഷകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ, പരാജയങ്ങൾ. അപ്പോൾ നമുക്ക് തോന്നും, ഇതെനിക്ക് കഴിയില്ല. പക്ഷേ രാമായണം പറയുന്നു, നമ്മുടെ ശക്തി നഷ്ടപ്പെടുന്നതല്ല, ആത്മവിശ്വാസമാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. യാത്രയുടെ ആദ്യഘട്ടത്തിൽ സമുദ്രത്തിൽ നിന്ന് മൈനാകപർവ്വതം ഉയർന്നു. അവൻ ഹനുമാനോട് പറഞ്ഞു, കുറച്ചു സമയം വിശ്രമിച്ചിട്ട് പോകൂ. ഹനുമാൻ സ്നേഹപൂർവ്വം അവനെ സ്പർശിച്ചു പറഞ്ഞു, ഇപ്പോൾ എന്റെ ദൗത്യം പൂർത്തിയാക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇവിടെ ഒരു വലിയ ജീവിത പാഠമുണ്ട്. സുഖ സൗകര്യങ്ങൾ എല്ലായ്പ്പോഴും തെറ്റല്ല, പക്ഷേ ലക്ഷ്യം മറക്കാൻ ഇടയാക്കുന്ന സുഖം അപകടമാണ്. അല്പം കഴിഞ്ഞപ്പോൾ സുരസ എന്ന നാഗമാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, നിന്നെ ഞാൻ വിഴുങ്ങും. ഹനുമാൻ ആദ്യം ശരീരം വലുതാക്കി, സുരസവായ അതിലും വലുതാക്കി. പിന്നീട് ഹനുമാൻ പെട്ടെന്ന് വളരെ ചെറിയ രൂപം സ്വീകരിച്ച് അവളുടെ വായിൽ കയറി പുറത്തേക്ക് വന്നു. സുരസ സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. ഇത് എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും ബലം കൊണ്ട് പരിഹരിക്കാനാവില്ല. ചിലപ്പോൾ ബുദ്ധിയും ക്ഷമയും വിനയവുമാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സിംഹിക എന്ന രാക്ഷസി ഹനുമാന്റെ നിഴൽ പിടിച്ചു. ഹനുമാന്റെ വേഗം കുറഞ്ഞു. അദ്ദേഹം കാര്യം മനസ്സിലാക്കി. സിംഹികയെ പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങി. ഇന്നത്തെ ജീവിതത്തിലും ഇത്തരം സിംഹികമാർ ഉണ്ട്. നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന ചിന്തകൾ, അസൂയ, ഭയം, നെഗറ്റീവ് അഭിപ്രായങ്ങൾ, ഇവയെല്ലാം നമ്മുടെ നിഴൽ പിടിക്കുന്ന സിംഹികമാരാണ്. അവയെ തോൽപ്പിച്ചാലേ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അവസാനം ഹനുമാൻ ലങ്കയുടെ കവാടത്തിലെത്തി. അവിടെ ലങ്കിണി എന്ന കാവൽ ദേവത അദ്ദേഹത്തെ തടഞ്ഞു. ഹനുമാൻ അവളെ പരാജയപ്പെടുത്തി. അപ്പോൾ ലങ്കിണി പറഞ്ഞു, ഇന്നു മുതൽ ലങ്കയുടെ നാശം ആരംഭിച്ചു. അധർമ്മത്തിന്റെ കോട്ടയിൽ ധർമ്മത്തിന്റെ ആദ്യ ചുവട് അങ്ങനെയായിരുന്നു. ഇവിടെ ഒരു പുരാണ കഥ കൂടി ഓർക്കാം. ഭാഗവത പുരാണത്തിൽ ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥയുണ്ട്. ഗജേന്ദ്രൻ എന്ന ആന ഒരു മുതലയുടെ പിടിയിൽപ്പെട്ടു. സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ ഏറെ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഒടുവിൽ പൂർണ്ണ ഹൃദയത്തോടെ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ ഉടനെ എത്തി ഗജേന്ദ്രനെ രക്ഷിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം, അതിനുശേഷം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ഹനുമാനും അത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം വെറുതെ അത്ഭുതം കാത്തിരുന്നില്ല, പരമാവധി പരിശ്രമിച്ചു. അതോടൊപ്പം ഓരോ നിമിഷവും ശ്രീരാമനെ സ്മരിച്ചു. അതുകൊണ്ടാണ് അസാധ്യമായത് സാധ്യമായത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും സമുദ്രങ്ങളുണ്ട്. പക്ഷേ ഓരോ സമുദ്രത്തിനും അപ്പുറത്ത് ഒരു ലങ്ക ഉണ്ടാകും. ഓരോ പ്രശ്നത്തിനും അപ്പുറത്ത് ഒരു പരിഹാരം ഉണ്ടാകും. നമ്മൾ ആദ്യ ചുവട് വെക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഇന്നൊരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ സമുദ്രം എന്താണ്? ഭയമാണോ? പരാജയമാണോ? കടബാധ്യതയാണോ? ആരോഗ്യ പ്രശ്നമാണോ? അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവാണോ? ഓർക്കുക, സമുദ്രത്തിന്റെ വലിപ്പമല്ല വിജയത്തെ തീരുമാനിക്കുന്നത്, ചാടാനുള്ള ധൈര്യമാണ് വിജയത്തെ തീരുമാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ എന്റെ ഭയങ്ങളിൽ നിന്ന് ഞാൻ ഓടിപ്പോകില്ല. പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടും. എന്റെ കഴിവിൽ വിശ്വസിക്കും.
ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം വയ്ക്കും. കാരണം അസാധ്യമായ ലക്ഷ്യങ്ങൾ കീഴടക്കുന്നത് അസാധാരണ ശക്തി കൊണ്ടല്ല, അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. നാളത്തെ വീഡിയോയിൽ നാം അശോകവനത്തിലേക്ക് കടക്കുകയാണ്. സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ആദ്യ സംഗമം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ സന്ദേശം എങ്ങനെ വെളിച്ചമായി മാറി? രാമന്റെ മുദ്രാമോദ്രം സീതാദേവിയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കണ്ണുനീർ നിറച്ചത് എന്തുകൊണ്ട്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കും. ശ്രീ ഹനുമാന്റെ ധൈര്യവും ഭക്തിയും ആത്മവിശ്വാസവും നമ്മുടെ ജീവിതത്തിലും നിറയട്ടെ. ജയ് ശ്രീരാം. ശ്രീ ഹനുമതേ നമഃ. നന്ദി, നമസ്കാരം.